ആന്ധ്രാപ്രദേശിന്റെ പഴയ തലസ്ഥാന നഗരമായിരുന്നു ഹൈദരാബാദ്. മുസി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ജനസംഖ്യയിൽ രാജ്യത്ത് 4ാം സ്ഥാനത്തുള്ള ഹൈദരാബാദ് ഇപ്പോൾ പുതുതായി രൂപീകരിക്കപ്പെട്ട തെലങ്കാനയുടെ തലസ്ഥാനമാണ്. ഹൈദരുടെ പട്ടണമെന്നാണ് ഹൈദരാബാദ് എന്ന പേരിന്റെ അർത്ഥം. 1591 മുഹമ്മദ് ഖുലി കുത്തുബ് ഷാ ആണ് ഈ നഗരം സ്ഥാപിച്ചതെന്ന് കരുതപ്പെടുന്നു. ബ്രിട്ടീഷ് ഭരണകാലത്ത് നിസാമിന്റെ നാട്ടുരാജ്യമായി തുടർന്ന ഇവിടം 1948 ഇന്ത്യൻ യൂണിയനിൽ ചേർന്നപ്പോൾ മുതൽ ഹൈദരാബാദ് സംസ്ഥാനത്തിന്റെ തലസ്ഥാനമാവുകയും 1956 സംസ്ഥാന പുനഃസംഘടനയെ തുടർന്ന് ആന്ധ്രാപ്രദേശിന്റെ തലസ്ഥാനമായി മാറുകയും ചെയ്തു. 2014 ആന്ധ്ര വിഭജിക്കപ്പെട്ട് തെലങ്കാന രൂപീകരിക്കപ്പെട്ടതോടെ തെലങ്കാനയുടെ തലസ്ഥാനമാകാനായി ഹൈദരാബാദിന്റെ വിധി. നിലവിൽ 2 സംസ്ഥാനങ്ങളുടെയും തലസ്ഥാനം ഇവിടെയാണ് പ്രവർത്തിക്കുന്നത്. 2025 ആകുമ്പോഴേക്കും ആന്ധ്രയ്ക്ക് പുതിയ തലസ്ഥാനം നിർമ്മിക്കപ്പെടുകയും ഹൈദരാബാദ് തെലങ്കാനയുടെ മാത്രം സ്വന്തമാവുകയും ചെയ്യും. സംഗീതത്തിനും സിനിമയ്ക്കും വ്യത്യസ്തമായ ഭക്ഷണങ്ങൾക്കുമെല്ലാം പേരുകേട്ട നഗരമാണിത്. തെക്കേ ഇന്ത്യയിലെ സംഗീത നൃത്തശാഖകളുടെ വളർച്ചയ്ക്ക് മുഗൾ ഭരണകാലം മുതൽ ഹൈദരാബാദ് ഒട്ടേറെ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. അരിയും ഗോതമ്പും മാംസവും ഉപയോഗിച്ചുള്ള വ്യത്യസ്തങ്ങളായ ഹൈദരാബാദി രുചികൾ ലോകപ്രശസ്തമാണ്. മുഗൾ അറബ് ഭക്ഷണരീതികളുടെ സംയുക്തമായ ഹൈദരാബാദി ബിരിയാണിയും ഹൈദരാബാദി ഹലീമും മറ്റും സ്ഥലപ്പേരിലൂടെ പ്രശസ്തമായ ഭക്ഷണങ്ങളാണ്. ഹൈദരാബാദിന്റെ ഇരട്ട നഗരമാണ് സെക്കന്ദരാബാദ്. അസഫ് ഷാ സാമ്രാജ്യത്തിലെ 3ാം നിസാമായിരുന്ന സിക്കന്ദർ ഷായുടെ സ്മരണയാണ് ഈ നഗരപ്പേരിൽ ഉള്ളത്. 1806 ബ്രിട്ടീഷ് പട്ടാള ക്യാമ്പായാണ് സെക്കന്ദരാബാദ് സ്ഥാപിക്കപ്പെട്ടത്. ഇരട്ട നഗരങ്ങളെന്നാണ് അറിയപ്പെടുന്നതെങ്കിലും ഹൈദരാബാദിനും സെക്കന്ദരാബാദിനും വെവ്വേറെ ചരിത്രവും സംസ്കാരവുമാണ് ഉള്ളത്. ഹുസൈൻ സാഗർ തടാകമാണ് ഹൈദരാബാദിനെയും സെക്കന്ദരാബാദിനെയും ഭൂമിശാസ്ത്രപരമായി വേർതിരിക്കുന്നത്. ഇന്ത്യൻ വ്യോമസേനയുടെയും കരസേനയുടെയും ശക്തമായ ക്യാമ്പുകളാണ് സെക്കന്ദരാബാദിലുള്ളത്. തല ഉയർത്തി നിൽക്കുന്ന 4 മിനാരങ്ങൾ. ഹൈദരാബാദ് എന്ന പേര് കേൾക്കുമ്പോൾ മനസ്സിലേക്ക് ആദ്യം എത്തുക ചാർമിനാർ എന്ന ഈ അത്ഭുതത്തിന്റെ ചിത്രമാണ്. 1591 സ്ഥാപിതമായ ചാർമിനാറിൽ നിന്ന് തുടങ്ങാം ഹൈദരാബാദിലെ കാഴ്ചകൾ. ഖുത്തബ് ഷാഹി സാമ്രാജ്യത്തിലെ 5ാം ഭരണാധികാരിയായിരുന്ന ഗോൽക്കൊണ്ടയിലെ സുൽത്താൻ മുഹമ്മദ് ഖലി കുത്തുബ് ഷായാണ് ചാർമിനാർ നിർമ്മിച്ചത്. ഗോൽക്കൊണ്ടയിൽ നിന്ന് ഹൈദരാബാദിലേക്ക് തന്റെ തലസ്ഥാനം മാറ്റിയതിനെ തുടർന്നായിരുന്നു അദ്ദേഹം ഇത്തരമൊരു മന്ദിരം പടുത്തുയർത്താൻ തീരുമാനിച്ചത്. ഓരോ വശത്തും 20 മീറ്റർ ഉയരമുള്ള ചതുരഘടനയാണ് ചാർമിനാറിൻ്റേത്. താഴത്തെ നിലയിലെ 4 കമാനങ്ങളും 4 തെരുവുകളിലേക്കാണ് തുറക്കുന്നത്. ഗ്രാനൈറ്റും ചുണ്ണാമ്പുകല്ലും മാർബിളുമെല്ലാം ഇതിന്റെ നിർമ്മാണത്തിനായി ഉപയോഗിച്ചിട്ടുണ്ട്. ഇൻഡോ ഇസ്ലാമിക് വാസ്തുശില്പ രീതിയിൽ നിർമ്മിച്ച ചാർമിനാറിന് ചുറ്റുമായി 4 കവാടങ്ങളും നിർമ്മിച്ചിട്ടുണ്ട്. 2 ബാൽക്കണികളുള്ളതും 56 മീറ്റർ വീതം ഉയരമുള്ളതുമായ 4 മിനാരങ്ങൾ ചാർമിനാറിന്റെ 4 മൂലകളിലുമായി പണിതുയർത്തിയിരിക്കുന്നു. ഓരോ മിനാരത്തിനും മുകളിലെത്താനുള്ള പിരിയൻ ഗോവണികളിൽ 149 പടികൾ വീതം ഉണ്ട്. നേരത്തെ ഇതിനു മുകളിലേക്ക് കയറാൻ സന്ദർശകർക്ക് അനുവാദമുണ്ടായിരുന്നില്ല. മുകളിൽ നിന്നാൽ കാണുന്ന ഹൈദരാബാദിന്റെ കാഴ്ചകൾ അതിമനോഹരമാണ്. ചാർമിനാറിൽ നിന്ന് 4 വശങ്ങളിലേക്കുമായാണ് ഹൈദരാബാദ് വളർന്ന് വികസിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നഗരത്തിന്റെ കേന്ദ്രമാണിവിടെ. പതിവ് പോലെ
പഴങ്ങളും പച്ചക്കറികളുമൊക്കെയായി ഈ തെരുവുകളിൽ തെരുവ് കച്ചവടക്കാർ അണിനിരന്നിരിക്കുന്നു. ചാർമിനാറിൽ നിന്ന് നോക്കിയാൽ കാണാം നഗരത്തിലെ ഏറ്റവും പ്രശസ്തമായ വളകളുടെ തെരുവ്. ലാഡ് ബസാർ എന്നും ചൂഡി ബസാർ എന്നും മറ്റും പേരുള്ള ഈ പുരാതന തെരുവിൽ അലങ്കാര വളകളുടെ അപൂർവ ശേഖരമാണ് കാത്തിരിക്കുന്നത്. 1 കിലോമീറ്റർ നീളമുള്ള ഈ തെരുവിൽ വളക്കടകൾ മാത്രമല്ല ഉള്ളത്. വിവാഹ ആവശ്യങ്ങൾക്കുള്ള സാരികളും മറ്റ് വസ്തുക്കളും കുറഞ്ഞ വിലയിൽ ഇവിടെ ലഭ്യമാണ്. 100 കണക്കിന് കടകളാണ് ഇത്തരം അലങ്കാര ആഭരണങ്ങളും വസ്ത്രങ്ങളുമായി ഇവിടെ തുറന്നു പ്രവർത്തിക്കുന്നത്. ഖുത്ബ് ഷാമാരുടെയും നിസാമുമാരുടെയും കാലം മുതൽ ഈ തെരുവുണ്ടായിരുന്നു എന്നാണ് കരുതപ്പെടുന്നത്. സ്വർണം, വെള്ളി ആഭരണങ്ങൾ ഒഴിച്ചുള്ള എല്ലാവിധ ആഭരണങ്ങളും ഇവിടെ വാങ്ങാൻ കിട്ടും. വില കുറഞ്ഞതും എന്നാൽ കാണാൻ ഏറെ ഭംഗിയുള്ളതുമായ ഈ ആഭരണങ്ങൾ തന്നെയാണ് ലാഡ് ബസാറിനെ ശ്രദ്ധേയമാക്കുന്നത്. വളകൾക്കൊപ്പം സെമി പ്രഷ്യസ് കല്ലുകൾ, രത്നങ്ങൾ, ലാക്വർ വളകൾ തുടങ്ങിയവയെല്ലാം ഇവിടെ വിൽപ്പനയ്ക്കുണ്ട്. പട്ടിലും കോട്ടണിലും സ്വർണവും വെൽവെറ്റും ഉപയോഗിച്ച് കൈകൊണ്ട് ചിത്രപ്പണികൾ ചെയ്ത വസ്ത്രങ്ങളും നിർമ്മൽ കലംകാരി പെയിന്റിങ്ങുകളും പരമ്പരാഗത വസ്ത്രമായ ഖാര ദുപ്പട്ടകളുമെല്ലാം ഇവിടെ വാങ്ങാൻ കിട്ടും. ചാർമിനാറിൽ നിന്ന് നടന്നു പോകാവുന്ന ദൂരത്തിലാണ് മക്ക മസ്ജിദ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ മസ്ജിദുകളിലൊന്നായ മക്ക മസ്ജിദ് പൈതൃക മന്ദിരങ്ങളുടെ പട്ടികയിൽ പെട്ടതുമാണ്. ചാർമിനാർ പണിത മുഹമ്മദ് ഖലി ഖുത്ബ് ഷാ തന്നെയാണ് ഈ മസ്ജിദിന്റെയും നിർമ്മാണത്തിന് പിന്നിൽ. ഇസ്ലാം വിശ്വാസികളുടെ പുണ്യഭൂമിയായ മെക്കയിൽ നിന്ന് കൊണ്ടുവന്ന മണ്ണുപയോഗിച്ച് നിർമ്മിച്ച ഇഷ്ടികകളാണ് മോസ്കിന്റെ കേന്ദ്ര കമാനം നിർമ്മിക്കാനായി ഉപയോഗിച്ചിട്ടുള്ളത്. അതിൽ നിന്നാണ് ഈ പള്ളിക്ക് മക്ക മസ്ജിദ് എന്ന പേര് ലഭിച്ചത്. 3 കമാനങ്ങളുള്ള പള്ളിയുടെ മുഖപ്പ് ഒറ്റ ഗ്രാനൈറ്റിൽ കൊത്തിയെടുത്തത്. 5 വർഷം കൊണ്ടാണ് ആ ഗ്രാനൈറ്റ് ഖനനം ചെയ്തെടുത്തത്. 75 അടി ഉയരവും 220 അടി വീതിയും 180 അടി നീളവുമുള്ള പള്ളിയുടെ മുഖ്യ ഹാളിൽ ഒരേ സമയം 10,000 വിശ്വാസികളെ ഉൾക്കൊള്ളാം. പള്ളിയുടെ കമാനങ്ങളിലും കതകുകളിലും ഖുർആൻ വചനങ്ങൾ കൊത്തിവെച്ചിട്ടുണ്ട്. മസ്ജിദിന് സമീപത്ത് പ്രാവുകൾക്കായി പ്രത്യേക സ്ഥലമുണ്ട്. അവയ്ക്ക് ഭക്ഷണം നൽകുന്നത് പുണ്യപ്രവൃത്തിയായി ഇവിടെ എത്തുന്നവർ കരുതുന്നു. ഇന്ത്യയിലെ 3 ദേശീയ മ്യൂസിയങ്ങളിലൊന്നാണ് ദാറുഷിഫിയിൽ സ്ഥിതി ചെയ്യുന്ന സലാർ ജംഗ് മ്യൂസിയം. 1889 മുതൽ 1940 വരെ ജീവിച്ചിരുന്ന നവാബ് മിർ യൂസഫ് അലി ഖാൻ സലാർ ജംഗ് മൂന്നാമന്റെ വ്യക്തിപരമായ ശേഖരമാണ് പിന്നീട് മ്യൂസിയമായി മാറ്റപ്പെട്ടത്. ഹൈദരാബാദിലെ 7ാമത്തെ നിസാമിന്റെ പ്രധാനമന്ത്രിയായിരുന്നു നവാബ് മിർ യൂസഫ് അലി ഖാൻ. ആനക്കൊമ്പിലും മറ്റും തീർത്ത ശില്പങ്ങൾ, പെയിന്റിങ്ങുകൾ, കൊത്തുപണികൾ, വസ്ത്രങ്ങൾ, പുരാരേഖകൾ, ശിലാലിഖിതങ്ങൾ, കളിമണ്ണിലും ലോഹത്തിലും തീർത്ത കരകൗശല വസ്തുക്കൾ, പരവതാനികൾ, വിവിധ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള വീട്ടുപകരണങ്ങൾ തുടങ്ങി ഒട്ടേറെ വസ്തുക്കൾ ഇവിടെ പ്രദർശനത്തിന് സജ്ജീകരിച്ചിട്ടുണ്ട്. രണ്ട് നിലകളിലായി പരന്നുകിടക്കുന്ന മ്യൂസിയത്തിൽ 38 ഗാലറികളാണുള്ളത്. താഴത്തെ നിലയിൽ 20 ഗാലറികളും മുകളിലത്തെ നിലയിൽ 18 എണ്ണവും. ഓരോ ഗാലറികളും വ്യത്യസ്തങ്ങളായ വിഷയങ്ങളിൽ അധിഷ്ഠിതമായ വസ്തുക്കളുടെ പ്രദർശനത്തിനാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഒരിടത്ത് ആനക്കൊമ്പിൽ തീർത്ത ശില്പങ്ങളാണെങ്കിൽ മറ്റൊരിടത്ത് വസ്ത്രങ്ങളാണ്. ലോകത്ത് തന്നെ ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ പുരാവസ്തു ശേഖരമായാണ് സലാർ ജംഗ് മ്യൂസിയം കരുതപ്പെടുന്നത്. 1-ാം നൂറ്റാണ്ടു മുതലുള്ള വസ്തുക്കൾ ഇവിടെയുണ്ട്.
തന്റെ ജീവിതത്തിലെ 35 വർഷക്കാലം വരുമാനത്തിന്റെ നല്ലൊരു പങ്കും ഈ പുരാവസ്തുക്കൾ ശേഖരിക്കുന്നതിനായാണ് നവാബ് ചെലവഴിച്ചത്. അദ്ദേഹത്തിന്റെ പുരാരമായിരുന്ന ദിവാൻ ദോദിയിൽ സൂക്ഷിക്കപ്പെട്ട ഇവ അവിടെ തന്നെ പ്രദർശിപ്പിക്കാൻ തീരുമാനിക്കുകയും 1951 പ്രധാനമന്ത്രി ജവഹർലാൽ പ്രസ്തുത മ്യൂസിയത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയുമായിരുന്നു. 1968 ഇപ്പോഴത്തെ അഫ്സൽ ജംഗിലേക്ക് മ്യൂസിയം മാറ്റിസ്ഥാപിച്ചത്. സലാർ ജംഗ് കുടുംബത്തിലെ അംഗങ്ങളുടെ ചിത്രങ്ങളും അവർ ഉപയോഗിച്ചിരുന്ന സാധനങ്ങളും പ്രത്യേക ഗാലറിയിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. സലാർ ജംഗ് മൂന്നാമൻ ശേഖരിച്ച അമൂല്യ വസ്തുക്കളിൽ പകുതിയോളം മാത്രമേ ഇവിടെ ഉള്ളൂ എന്നാണ് പഴമക്കാർ പറയുന്നത്. എങ്കിലും ഒരു ദിവസം മുഴുവൻ കണ്ടാലും തീരാത്തത്ര സമ്പന്നമാണ് ഇവിടുത്തെ കാഴ്ചകൾ.